ബംഗാളിൽ നിന്നുള്ള 42 വയസ്സുകാരിയായ ലിസ കറ്റലാനോ പ്രണയം കണ്ടെത്താൻ സ്വീകരിച്ച വേറിട്ട വഴി ലോകശ്രദ്ധ ആകർഷിക്കുകയാണ്. ഡേറ്റിംഗ് ആപ്പുകളിലെ അനന്തമായ തിരിച്ചലിൽ മനമെടുത്ത ലിസ തനിക്ക് അനുയോജ്യയായ ഒരു പങ്കാളിയെ കണ്ടെത്താനായി നഗരത്തിലുടനീളം പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചാണ് ഒരു പുതിയ ക്യാമ്പയിനിന് തുടക്കമിട്ടിരിക്കുന്നത്. പരമ്പരാഗത വഴികൾക്കും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്കും അപ്പുറം പ്രണയത്തിനായി ഒരു വ്യക്തി നടത്തുന്ന ഈ സാഹസിക യാത്ര ആധുനിക ഡേറ്റിംഗ് ലോകത്തെക്കുറിച്ചുള്ള നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നു. പല ഡേറ്റിംഗ് ആപ്പുകളിലും കാലാകാലങ്ങളോളം സമയം ചെലവഴിച്ചിട്ടും താൻ ആഗ്രഹിക്കുന്ന ഫലം ലഭിക്കാതെ വന്നതോടെയാണ് ലിസ ഇത്തരത്തിലൊരു നൂതനമായ മാർഗം തേടിയത്. തന്റെ പുതിയ വെബ്സൈറ്റായ maryLisa.com പ്രചരിപ്പിക്കുന്നതിനായി 12ഓളം പരസ്യ ബോർഡുകളാണ് ലിസ നഗരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ചത്. ലിസയുടെ ആകർഷകമായ ചിത്രത്തോടൊപ്പം കട്ടിയുള്ള മഞ്ഞ അക്ഷരങ്ങളിൽ വെബ്സൈറ്റിന്റെ ലിങ്കും ഈ ബോർഡുകളിൽ കാണാം. ഈ ആശയം ആദ്യം തമാശയായി തുടങ്ങിയ ഒരു പരീക്ഷണമായിരുന്നുവെന്നും പിന്നീട് പെട്ടെന്ന് അതൊരു പൂർണ്ണമായ ക്യാമ്പയിനായി പരിണമിച്ചുവെന്നും ലിസ പറഞ്ഞു. പരസ്യ ബോർഡ് കണ്ട വെബ്സൈറ്റിലെത്തുന്ന ഡേറ്റ് ചെയ്യാൻ യോഗ്യരായ അവിവാഹിതരായ പുരുഷന്മാരിൽ നിന്നാണ് ലിസ അപേക്ഷകൾ ക്ഷണിക്കുന്നത്. maryLisa.com എന്ന വെബ്സൈറ്റിൽ ലിസ തന്റെ ജീവിതത്തെക്കുറിച്ചും താല്പര്യങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായി വിശദീകരിക്കുന്നു. കൂടാതെ ഭാവി പങ്കാളിയിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്നും അവർ തുറന്നു പറഞ്ഞു. വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള വിശദമായ അപേക്ഷാ ഫോം ഇതിനെ ഒരു സാധാരണ ഡേറ്റിംഗ് പ്രൊഫൈലിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു. വിദ്യാഭ്യാസം, കരിയർ, ഹോബികൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്ക് പുരുഷന്മാർ മറുപടി നൽകേണ്ടതുണ്ട്. സെപ്റ്റംബർ 2-ന് ക്യാമ്പയിൻ ആരംഭിച്ചതിനു ശേഷം ലിസയ്ക്ക് ഇതിനോടകം തന്നെ ഏകദേശം 1800 അപേക്ഷകൾ ലഭിച്ചുവെന്നാണ് റിപ്പോർട്ട്. ലിസ കറ്റലാനോ തന്റെ ഭാവി പങ്കാളിയെ കുറിച്ചുള്ള പ്രതീക്ഷകളും ആവശ്യകതകളും വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡേറ്റിംഗ് ആപ്പുകളിലെ അനിശ്ചിതത്വങ്ങൾ ഒഴിവാക്കി തനിക്ക് വേണ്ടത് എന്താണെന്ന് മുൻകൂട്ടി അറിയിക്കുന്നത് വഴി സമയനഷ്ടം ഒഴിവാക്കാനാകുമെന്നാണ് അവരുടെ വിലയിരുത്തൽ. ഒരു ഏകപത്നി ബന്ധത്തിൽ താല്പര്യമുള്ള, ജീവിതത്തിൽ സ്ഥിരതയുള്ള ഒരാളായിരിക്കണം. ഒരു കുടുംബം താങ്ങാൻ ആഗ്രഹിക്കുന്ന, കുടുംബ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന വ്യക്തി. സമാനമായ ആരോഗ്യ മുൻഗണനയുള്ള, ആരോഗ്യകരമായ ജീവിതശൈലി നയിക്കുന്ന, 35-നും 45-നും ഇടയിൽ പ്രായമുള്ള, മതപരവും രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ തന്റെ കാഴ്ചപ്പാടുകളോട് സമാന വീക്ഷണങ്ങളുള്ള ഒരാൾ. ലിസയുടെ ഈ ക്യാമ്പയിൻ ഡേറ്റിംഗ് ആപ്പുകൾക്ക് ഇന്ന് സമൂഹത്തിൽ എത്രത്തോളം ഫലപ്രാപ്തി ഉണ്ട് എന്നതിനെ കുറിച്ച് ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നു. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ പ്രണയം കണ്ടെത്താൻ ഡേറ്റിംഗ് ആപ്പുകളെ ആശ്രയിക്കുമ്പോഴും അത് പലപ്പോഴും അപൂർണമായ പ്രൊഫൈലുകളിലേക്കും സമയം പാഴാക്കലിലേക്കും ഉപരിപ്ലവമായ ഇടപെടലുകളിലേക്കും നയിക്കുന്നു എന്ന പരാതി വ്യാപകമാണ്. ഡേറ്റിംഗ് ആപ്പുകൾ ഫലപ്രദമാണെങ്കിലും തനിക്ക് വ്യക്തിപരമായി താൻ ആഗ്രഹിച്ച ഫലം ലഭിക്കുന്നില്ലെന്ന് ലിസ പറയുന്നു. തന്റെ ജീവിതത്തിന്റെ ഗുരുതരമായ ഒരു അസുഖത്തെ തുടർന്ന് 2023-ൽ ഭാവി വരണം നഷ്ടപ്പെട്ടതിനു ശേഷമാണ് ലിസ വീണ്ടും ഡേറ്റിംഗ് ലോകത്തേക്ക് കടന്നു വരുന്നത്. ആഴത്തിലുള്ള ഒരു ബന്ധം നഷ്ടപ്പെട്ടതിനു ശേഷം വീണ്ടും ഡേറ്റിംഗ് ആപ്പുകളിൽ തിരിയുന്നത് വിചിത്രമായി തോന്നിയെന്നും അതിനാൽ ജീവിതത്തിലെ ഈ സുപ്രധാന ലക്ഷ്യത്തിനായി ഒരു പുതിയ ആസൂത്രിത സമീപനം സ്വീകരിക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും ലിസ കൂട്ടിച്ചേർത്തു.